നമസ്കാരം. ന്യൂസ് ട്രൂത്ത് മലയാള വാർത്തയിലേക്ക് സ്വാഗതം. ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ ഐക്യവേദി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണ തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ലഹരി എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിൽ തന്നെ കാരണമാകുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്നതും ഒക്കെ തന്നെ. അതൊരു മനുഷ്യന്റെ ജീവിതത്തെയും ശരീരത്തെയും മാത്രമല്ല, ഒരു കുടുംബത്തെ തന്നെ, ഒരു രാജ്യത്തെ തന്നെ തകർത്തുകൊണ്ടിരിക്കുന്നതാണ് ലഹരി എന്ന് പറയുന്നത്. ഇന്ന് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഓരോ സോഷ്യൽ മീഡിയ നോക്കിയാലും മെയിൻ സ്ട്രീം മീഡിയാസിലും ഒക്കെ തന്നെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ദിനംപ്രതി നടക്കുന്നുണ്ട്. നിരവധി കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുമ്പോഴും കാണുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. കാരണം അതിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുന്നതും യുവാക്കളാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പ്രദാനം ചെയ്തിട്ടുള്ളത് പാപ്പനോട് വാർഡിലായിരുന്നു മുന്നേ. അപ്പോൾ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടപെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരു ദിവസം ഒരമ്മ, ഞാൻ കൗൺസിലറായിരുന്ന സമയത്ത് ഓടിക്കൊണ്ടുവന്ന് എന്നോട് പറഞ്ഞു, മോളെ എങ്ങനെയെങ്കിലും എന്റെ മകനെ ഒന്ന് പിടിച്ചുകൊണ്ട് പോലീസിന്റെ അടുത്ത് കൊണ്ടാക്കണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, അതെന്താണ്, സ്വന്തം മകനല്ലേ, എന്തിനാണ് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞത്, ഒരു നിവൃത്തിയുമില്ല വീട്ടിലെ മകനെ കൊണ്ട് എന്റെ മകൾക്ക് ഒന്ന് ഡ്രസ്സ് മാറാൻ പോലും ആ റൂമിനകത്ത് അല്ലെങ്കിൽ ആ വീട്ടിനകത്ത് കയറാൻ സാധിക്കുന്നില്ല എന്നാണ് അമ്മ പറഞ്ഞത്. വളരെ വിഷമത്തോടുകൂടി ഓടിയാണ് വരുന്നത്. കാരണം ആ അമ്മ തടയാൻ ചെന്നപ്പോൾ ആ മകൻ വെട്ടുകത്തിക്കൊണ്ട് ആ അമ്മയെ ഓടിക്കുകയാണ്. അപ്പൊ അമ്മ ഒരു രക്ഷയുമില്ലാതെയാണ് നമ്മുടെ അടുത്തേക്ക് വന്നത്. അപ്പൊ നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടു. പിന്നീട് ആ നാട്ടുകാരൊക്കെ തന്നെ, അവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ ആ പയ്യൻ എന്ന് പറയുമ്പോൾ 10-22 വയസ്സ് മാത്രമേ ഉള്ളൂ. സ്വന്തം സഹോദരി വസ്ത്രം മാറുന്നത് പോലും അവനതൊരു അന്യായിട്ടാണ് അത് കണ്ടത്. കാരണം തൊട്ടടുത്ത് നിൽക്കുന്ന സ്വന്തം സഹോദരിയാണെന്നോ അമ്മയാണെന്നോ പോലും ആ പയ്യന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. കാരണം ലഹരി അവനെ അത്രയ്ക്ക് അടിമയാക്കി കഴിഞ്ഞു. ആദ്യമൊക്കെ തന്നെ വളരെ സുഹൃത്തുക്കൾ പറയും, വെറുതെ ഒരു രസത്തിന് നമുക്ക് ലഹരി ഒന്ന് നുണഞ്ഞു നോക്കാം, നിന്റെ സ്ട്രെസ് മാറും, അല്ലെങ്കിൽ നിനക്കൊരു വല്ലാത്തൊരു ആനന്ദം കിട്ടും, അതുകൊണ്ട് നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് നമ്മളോട് പറയും. അപ്പോ ചിലപ്പോൾ എന്തെങ്കിലും വിഷമത്തിലായിരിക്കും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നായിരിക്കും ആദ്യം ഇതിന്റെ തുടക്കം. പക്ഷെ പിന്നീട് അത് ഒരിക്കലും അതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത രീതി അടിമപ്പെട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. സ്വന്തം അച്ഛനെയും അമ്മയും പോലും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം, അവരെ പോലും ഉപദ്രവിക്കുന്ന സാഹചര്യം, നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സാഹചര്യം ഒക്കെ തന്നെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മറ്റൊരു വിഷയം, ഒരു പയ്യൻ ഏകദേശം ഒരു 15-16 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോ അതിന്റെ അമ്മ ഹരിതകർമ്മസേന പ്രവർത്തകയാണ്. ഹരിതകർമ്മസേനയ്ക്ക് പോകുമ്പോൾ രാവിലെ അമ്മ 4 മണിക്കൊക്കെ തന്നെ ഹരിതകർമ്മസേന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പോകും. തിരിച്ചു വരുമ്പോ ചിലപ്പോ വൈകി. ഇപ്പോ മക്കളുടെ കാര്യം തന്നെ ശ്രദ്ധിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അപ്പോ കാരണം ഈ മകൻ ലഹരിക്ക് അടിമയാണോ എന്നൊന്നും ഈ അമ്മയ്ക്ക് അറിയാൻ പറ്റാത്ത സാഹചര്യം. പലതവണ പോലീസ് നിരവധിയായിട്ടുള്ള കേസുകളും ഒക്കെ തന്നെ ഈ പയ്യന്റെ പേരിൽ അടിപിടി കേസും ഒക്കെ തന്നെ പിടിച്ചു. അപ്പോൾ പലതവണ നമ്മളോട് പറഞ്ഞു, കാരണം കൗൺസിലറാണ്, ഹരിതകർമ്മസേനയുടെ അംഗമായതുകൊണ്ട് തന്നെ പലതവണ നമ്മൾ പോലീസോട് പറഞ്ഞു. കാരണം ചെറിയ ഒരു കുട്ടിയാണ്, അറിയാതെ പറ്റിയതാണ്, എങ്ങനെയെങ്കിലും ആ പയ്യൻ സ്റ്റേഷനിൽ വിടണം നമുക്ക് തന്നെ നമ്മൾ പലതവണ പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ തന്നെ വിട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞങ്ങൾക്ക് അറിയില്ല ഈ കുട്ടി ലഹരിക്ക് അടിമപ്പെട്ടതാണെന്ന് അറിയില്ല. ഒരു ദിവസം നമ്മൾ അറിഞ്ഞ ഈ കുട്ടി ഹോസ്പിറ്റലിലാണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, മറ്റേ ഹരിതകർമ്മസേന അങ്ങളോട് ചോദിച്ചു, എങ്ങനെ ഈ കുട്ടി ഹോസ്പിറ്റലായി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, ആ കുട്ടി വർഷങ്ങളായിട്ട് ലഹരിക്ക് അടിമപ്പെട്ടതായിരുന്നു. അത് തെറ്റാത്ത വന്ന സാഹചര്യത്തിൽ, അപ്പം അതിന് വ്യക്തമായിട്ട് എനിക്കറിയാം, സിന്തറ്റിക് തെക്കെന്തോആണ്. അപ്പോൾ അത് തെറ്റാത്ത സാഹചര്യത്തിൽ സ്വന്തമായിട്ട് കൈ അലമാരയിൽ അടിച്ചു പൊടിച്ചു, തല കൊണ്ട് അലമാരയിൽ ഇടിച്ചു. അപ്പോൾ ഈ അലമാരയിൽ അടിച്ചു പൊടിച്ചപ്പോൾ അതിന്റെ ഗ്ലാസ് കൊണ്ട് കൈ കട്ടായി, അതിന്റെ വെയിൻ കട്ടായി, അങ്ങനെ ഹോസ്പിറ്റൽ സീരിയസ് ആയിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ആ അമ്മ, നമ്മളെപ്പോഴും പറയും, നമ്മുടെ മക്കളോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചാൽ അവരെ കേൾക്കാൻ തയ്യാറായി, അവരുടെ എന്തൊക്കെ വിഷയങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ പാവ അമ്മയെ കുറ്റം പറയാൻ സാധിക്കില്ല. രാവിലെ മുതൽ സ്വന്തം മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്, രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ മക്കള് ഏത് രീതിയിൽ പോകുന്നു, ഏതൊക്കെ കൂട്ടുകെട്ടിൽ പോകുന്നു എന്ന് അമ്മയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പോ ഈ മകൻ കൂട്ടുകെട്ടിൽ സ്കൂളിൽ പോകാതെ അവിടെ നിന്ന് മുതിർന്ന, അതായത് തന്നെക്കാൾ മുതിർന്ന ആളുകളുടെ കൂട്ടുകൂടി ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന സാഹചര്യം. ഈ കുട്ടി വയ്യാതെ കിടന്നപ്പോഴാണ് ഈ കുട്ടിക്ക് ഈ ലഹരി കിട്ടാത്ത വന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് ഈ സ്വന്തം ശരീരത്തെ പോലും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ
ദിനം പ്രതി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എക്സൈസ് മന്ത്രിക്ക് സമർപ്പിക്കുന്നതിനായി പൊതുജനങ്ങളിൽ നിന്ന് ഒപ്പ് ശേഖരിക്കുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനവും ഡെപ്യൂട്ടി മേയർ ആശാനാഥ് നിർവഹിച്ചു. നിവേദനമായിട്ട് എക്സൈസ് മിനിസ്റ്റർ കൈമാറുകയാണ്.